ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡിസംബർ 14, 2024 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ ആരംഭിച്ചിരിക്കുകയാണ്. മഴ കാരണം ഇന്ന് കുറച്ച് സമയം മാത്രമേ കളി നടന്നിട്ടുള്ളൂ. ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയെ ബാറ്റിങ്ങിന് അയക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 13 ഓവറിൽ 29 റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 5 ദിവസമൊന്നും വേണമെന്നില്ല കളി തീരുമാനമാവാൻ. 2-3 ദിവസം കളിക്കാനുള്ള സമയം കിട്ടിയാൽ തന്നെ വിജയികളെയും നിർണ്ണയിക്കാറുണ്ട്. പൊതുവെ പേസ് ബൗളിങ്ങിന് അനുകൂലമായ പിച്ചായതുകൊണ്ട് നമുക്കറിയാം ഒരു 3 ദിവസമൊക്കെ ആവശ്യമുള്ളൂ എന്നറിയാം. ഏതായാലും നാളെ കളി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ത്യ ടീമിൽ നിന്ന് ഇന്ന് 2 മാറ്റങ്ങളാണ് വരുത്തിയത്. നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു അഡലേഡിലെ ക്രിക്കറ്റിൽ ഇന്ത്യ തോറ്റത് കൊണ്ട് ഇന്ത്യ മാറ്റങ്ങൾ വരുത്തും, അത് വരുത്തുക ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കുമെന്ന്. നമ്മൾ 5-ാം നമ്പർ ബൗളറെയോ 4-ാം നമ്പർ ബൗളറെയോ 3-ാം നമ്പർ ബൗളറെയോ ഒക്കെ മാറ്റും എന്നാണ്, അല്ലെങ്കിൽ അതിൽ 1, 2, 3 പേർക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ പറഞ്ഞത്. 2 പേരെയാണ് മാറ്റിയത്. അശ്വിന് പകരം രവീന്ദ്ര ജഡേജയ്ക്ക് അവസരം കൊടുത്തു. അതുപോലെ ഹർഷിത് റാണയ്ക്ക് പകരം ആകാശ് ദീപിന് അവസരം കൊടുത്തു. നമുക്കറിയാം ഓസ്ട്രേലിയയിലെ പിച്ചുകളിൽ ഇന്ത്യയിലെ സ്പിൻ ബോളർമാർക്ക് ഒരുപാട് തിളങ്ങാനൊന്നും കഴിയാറില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച സ്പിൻ ബോളറായ അശ്വിന് ഓസ്ട്രേലിയയിലെ 10 ടെസ്റ്റിൽ നിന്ന് ആകെ 39 വിക്കറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ബ്രിസ്ബനിൽ അദ്ദേഹം 1 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് 1 വിക്കറ്റ് മാത്രമേ ഇതുവരെ നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറാൻ സാധ്യതയുണ്ട് നമുക്ക് ആദ്യം തോന്നിയതാണ്, നമുക്കറിയാം. പക്ഷേ രവീന്ദ്ര ജഡേജയ്ക്കും ഒരുപാട് തിളങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അദ്ദേഹം 4 ടെസ്റ്റിൽ നിന്ന് 14 വിക്കറ്റാണ് ഇതുവരെ വീഴ്ത്തിയിട്ടുള്ളത്. അത് വീഴ്ത്തിയിട്ടുള്ളത് മെൽബണിലും സിഡ്നിയിലുമാണ്. മെൽബണിൽ 8 വിക്കറ്റും സിഡ്നിയിൽ 6 വിക്കറ്റും. 4 ടെസ്റ്റാണ് അദ്ദേഹം 2 ടെസ്റ്റ് ചെയ്താണ് കളിച്ചിട്ടുള്ളത്. അങ്ങനെ 14 വിക്കറ്റ്. വാഷിങ്ടൺ സുന്ദർ അദ്ദേഹം ബ്രിസ്ബനിൽ ഇതുവരെ കളിച്ചിട്ടില്ല. വാഷിങ്ടൺ സുന്ദർ ബ്രിസ്ബനിൽ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, 1 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം 4 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. 2-ാം ഇന്നിങ്സിൽ 1 ഇന്നിങ്സിൽ 3 വിക്കറ്റും 1 ഇന്നിങ്സിൽ 1 വിക്കറ്റുമാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. വാഷിങ്ടൺ സുന്ദർ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ ടെസ്റ്റ് ആയിരുന്നു. ബാറ്റ് കൊണ്ടും അദ്ദേഹം നല്ല പ്രകടനമാണ് കഴിഞ്ഞ ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ പര്യടനത്തിൽ. ഏതായാലും രവീന്ദ്ര ജഡേജയ്ക്കാണ് പ്രാവശ്യം അവസരം കിട്ടിയത്. അതേസമയം ഹർഷിത് റാണയ്ക്ക് കഴിഞ്ഞ 2 ടെസ്റ്റിലും ഒരുപാട് തിളങ്ങാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ മാറേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. ഇന്ത്യ പല പ്രാവശ്യം ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയിട്ടുണ്ടെങ്കിലും ബ്രിസ്ബനിൽ ഇന്ത്യ ജയിച്ചിട്ടുള്ളത് ഒരേ ഒരു തവണ മാത്രമാണ്. അത് കഴിഞ്ഞ പര്യടനത്തിലാണ്. അത് അജിങ്ക്യ രഹാനയുടെ കീഴിലാണ് ഇന്ത്യ ഇവിടെ കളിച്ചിട്ടുള്ളത്. അന്ന് 1-ാം ഇന്നിങ്സിൽ നമുക്കറിയാം ഷർദുൽ ഠാക്കൂറിൻ്റെയും വാഷിങ്ടൺ സുന്ദറിൻ്റെയൊക്കെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു, മികച്ച ബാറ്റിംഗ് പ്രകടനം ഉണ്ടായിരുന്നു. 2-ാം ഇന്നിങ്സിൽ ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും ഒക്കെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കുകയും ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയാണ് ചെയ്തത്. അതേസമയം ഇത്രയാണ് നമ്മളെ ഈ ക്രിക്കറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അതേസമയം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമുക്കറിയാം ഇന്നലെ നടന്ന സെമി ഫൈനലിൽ മുംബൈ ബറോഡയെ പരാജയപ്പെടുത്തി. മുംബൈക്ക് വേണ്ടി അജിങ്ക്യ രഹാന മികച്ച പ്രകടനം നടത്തി. ശ്രേയസ് അയ്യറും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അജിങ്ക്യ രഹാന സെഞ്ചുറിയോട് അടുത്ത പ്രകടനമാണ് നടത്തിയത്. 98 റൺസ് എടുത്ത് പുറത്താകെ നിന്നു. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ബ്രിസ്ബെയിനിൽ ഇന്ത്യയെ നയിച്ചത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. മറ്റൊരു മത്സരത്തിൽ നമുക്കറിയാം മധ്യപ്രദേശ് ഡൽഹിയെ പരാജയപ്പെടുത്തി. മധ്യപ്രദേശിന് വേണ്ടി വെങ്കടേഷ് അയ്യർ 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. ഏതായാലും ഫൈനൽ നടക്കുന്നത് മുംബൈയും മധ്യപ്രദേശും തമ്മിലാണ്. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ
സ്പിൻ ബോളർമാർക്ക് വിക്കറ്റ് കിട്ടാറില്ലെങ്കിലും ഓസ്ട്രേലിയയുടെ സ്പിൻ ബോളർമാർക്ക് വിക്കറ്റ് കിട്ടാറുണ്ട്. നമുക്കറിയാം ബ്രിസ്ബെയിനിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ഷെയ്ൻ വോണാണ്. അവരുടെ ലെജൻഡ് സ്പിൻ ബോളർ എന്നറിയപ്പെടുന്ന ഷെയ്ൻ വോണാണ്. അദ്ദേഹം 11 ടെസ്റ്റിൽ നിന്ന് 68 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവരുടെ സ്പിൻ ബൗളറായ നഥാൻ ലിയോണും 14 ടെസ്റ്റുകളിൽ നിന്ന് 51 വിക്കറ്റ് ബ്രിസ്ബെയിനിൽ വീഴ്ത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്ക് വേണ്ടി അവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് ഒരു സ്പിൻ ബൗളർ തന്നെയാണ്. 2 ടെസ്റ്റിൽ നിന്ന് 8 വിക്കറ്റ് വീഴ്ത്തിയ പ്രസന്ന. 2ാം സ്ഥാനം ഷർദുൽ ഠാക്കൂറിനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്രിക്കറ്റ് അപ്ഡേറ്റ് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.